താത്താ എടേ ഉമ്മളിക്കണ്ടി എന്താണ് ഉമ്മളിക്കണ്ട് ജലജ എവിടെ പോണ്? ഒരു സ്ഥലം വരെ പോണ്ട്. ഏത് സ്ഥലത്തേക്ക്? എവിടേക്ക് ഒരുങ്ങി കെട്ടി പോണ്? എടാ അക്കിമളി മരിച്ചിട്ട് എത്ര ദിവസമായി? കാണിട്ട് അതൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ആൾക്കാര് പറയൂടി പെണ്ണേ. ആൾക്കാര് പറഞ്ഞോട്ടെ, നടക്കെന്താ? എവിടേക്ക് പോണ്? ആൾക്കാരാണൊക്കെ ചെലവിനത്. ആര് ചെലവിനെന്നാലും അളിയ മരിച്ചിട്ട് 3 പോലും കഴിഞ്ഞില്ലടി. ഇവിടെ 7ന്റെ പരിപാടി പോലും കഴിഞ്ഞില്ല. അതിനിടക്ക് ഈ ഇറങ്ങി പോവാൻ നിക്കണേ. 7ന്റെ പരിപാടി, ഓന്റെ 7ന്റെ പരിപാടി നടക്കെന്താ? ഞാനും ഓനും കൂടി പിരിഞ്ഞിട്ട് 4-5 കൊല്ലായി. എത്ര കൊല്ലം എന്റെ മാപ്പിളല്ലടിയേ. ഞങ്ങൾക്കും അങ്ങനെ ആ ബന്ധം അങ്ങനെ വെച്ചാ പോരെ? ഞങ്ങൾക്ക് വല്ല പോകേണ്ട ആവശ്യണ്ടാ? 3ന്റെ സലാത്ത് കൊല്ലോണ്ടിരിക്കണ ഇവിടെ. ഞങ്ങൾക്ക് അളിയനാണേ. കേട്ടാ തോന്നുന്നു ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി. മരിച്ചവരല്ലടി. എടാ ഞാനും ഓനും തമ്മിലുള്ള ബന്ധം ജീവിച്ചിരിക്കുമ്പോ അവസാനിച്ചിരിക്കണ്. ഞാൻ ഇന്റേതായിട്ടുള്ള ജീവിതം തുടങ്ങുകയും ചെയ്തിരിക്കണ്. പിന്നെ ഇനി എന്തിനാ ഞാൻ അവനെ നോക്കാൻ നിൽക്കുന്നത്? ശരി, അജ്ജ് പറഞ്ഞ വളരെ കറക്റ്റാ. പെണ്ണുങ്ങള് ഇരിക്കും അതും ഇതും ഞാൻ പറയില്ല. പക്ഷേ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം. നാട്ടുകാര് പറയും ഓളെ ആപ്പിള മരിച്ചിട്ടുള്ളേ, അപ്പോഴത്തേക്ക് അവള് പുറത്തേക്ക് ഇറങ്ങാൻ ജീവിക്കുന്നുള്ളൂ. നാട്ടുകാരെ തെണ്ടികൾക്ക് ആയെന്ന് പറയാനുണ്ടാവും. നാട്ടുകാർക്ക് എന്തറിയാ? ഈ പറഞ്ഞ നാട്ടുകാർ ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്ന? ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും എന്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ ഞാൻ കഷ്ടപ്പെട്ട കഥകളൊക്കെ. അന്ന് ഇന്നെ ഈ വീട്ടുകാരെ നാട്ടുകാരെ ആരെങ്കിലും സഹായിക്കാൻ വന്നിക്കടാ? ഈ പറഞ്ഞ എജ്ജ് വന്നിക്കണ സഹായിക്കാന്? എന്റെ അന്നൊക്കെ നിങ്ങൾ പറഞ്ഞി ഒരുത്തിനെ പ്രേമിച്ചല്ലേ, പിന്നെ വന്ന് തലയിലേക്ക് വീണല്ലേ, അങ്ങനെ എങ്ങനെ വണ്ടിന്റെ ഒഴിവാക്കില്ലേ നിങ്ങൾ എല്ലാരും? പോയി പണി മനസ്സില്ല. കണ്ടുപിടിച്ച ബന്ധല്ലേ, ഞങ്ങളായിട്ടൊന്നും നോക്കിയില്ലല്ലോ. ഞാനായിട്ടൊന്നല്ല ഓല കണ്ടുപിടിച്ചത്, നിങ്ങളായിട്ടൊക്കെ തന്നെയാണ്. എന്റെ പാപ്പാനോടും മറുപടി പോയി ചോദിച്ചു ആരായിട്ടൊക്കെ തന്നെന്നുള്ളതൊക്കെ. തൽക്കാലം ഇക്ക് ഓന്റെ കാര്യത്തിന് വ്യസനിക്കാനോ വേദനിക്കാനോ ഇത്തിരിക്കാനോ ഒന്നും താല്പര്യമില്ല. അമ്മ വിളിച്ചോട്ടെ. ഉമ്മാനോട് പണ്ട് തന്നെയാണ് ഞാൻ പോണത്, അല്ലാതെ ഉമ്മക്ക് അറിയാത്ത കേസൊന്നുമല്ല. എന്റെ ഫ്രണ്ട്സിനായിട്ട്, അതും പെണ്ണുങ്ങൾ മാത്രമാണ് എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലുള്ളത്. ആ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരായിട്ടാണ് ഞാൻ പോണത്. അതിന് പണക്കെന്താ? ഞാൻ ഇഷ്ടപ്പെടുന്ന സമയത്തേ ആരും ഉണ്ടായിരുന്നില്ല, ഒരു മനുഷ്യന്റെ കൂട്ടുണ്ടായിരുന്നില്ല. അല്ലടാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. കുട്ടികൾക്ക് എന്ത് വിഷമച്ച് കണ്ടത്? കുട്ടികൾക്ക് എന്ത് വിഷമച്ച് കണ്ടത്? ആ ചെക്കനിക്ക് വയ്യാണ്ടായിരുന്ന കാലത്ത് ആ ചെക്കനെ ഉപദ്രവിച്ചതേ ആ ചെക്കനിക്ക് മാത്രമേ അറിയുള്ളൂ. അനക്കറിയില്ലല്ലോ. നിന്റെ മോനോട് പോയി ചോദിച്ചു നോക്ക്, പാപ്പ മരിച്ചതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോന്ന്. നിന്റെ മോൻ പറയട്ടെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഇതൊക്കെ നിർത്താം. ഈ പറഞ്ഞ മാതിരി ഒരു നിസ്കാര കുപ്പായിട്ടോ അല്ലെങ്കിൽ വെള്ള കുപ്പായിട്ടോ ഏതെങ്കിലും മൂലൊക്കെ പോയിരിക്കാം. ഈ ഒന്ന് പറഞ്ഞായോ എന്റെ മോനോട്? വേണ്ട, മരിച്ച സമയത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഒഴിവാക്കി ബന്ധം ഈ എന്തിനാ കൊണ്ടുനടക്കുന്നത്? അതിന്റെ ആവശ്യം എനക്കെന്താ? ഈ പാടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ഈ പാട് ഞാൻ അവിടുന്ന് പോകുമ്പോഴതാ, ഇത് ഞാൻ അവിടുന്ന് പോകുമ്പോഴതാ, ഇത് ഈ കാണുന്നതൊക്കെ ഞാൻ അവിടുന്ന് പോകുമ്പോഴുള്ള പാടുകളാ. ഈ കഴുത്തിൽക്കോ നോക്കി നോക്ക് എന്തോരം പാടുകളുണ്ട്. ഇതൊക്കെ എന്റെ ഭാര്യയായിട്ട് ഇവിടെ സുഖിച്ചു കുത്തിരിക്കുമ്പോഴേ ഞാൻ അവിടെ ഇടങ്ങറും കണ്ണീരേറ്റ് നിൽക്കായിരുന്നു. അന്ന് നിങ്ങളോടൊക്കെ വിളിച്ചു പറയാൻ പോലും നാണക്കിടയിൽ നിൽക്ക്. എന്താ അറിയോ? എന്തിനു പറയണോ? നിങ്ങൾക്ക് കൂടി കെട്ടിച്ചെന്നതല്ലേ. എന്തിനാ നിങ്ങളോട് പറഞ്ഞത്? ഇനി പണ്ടെന്താ കാര്യമുള്ളത് 2 കുട്ടികളായിട്ട്? ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ലെവലിൽ നടക്കുമ്പോഴത്തേക്കും വലുതായിട്ടുള്ള ഞാനും എന്റെ മക്കളും തമ്മിൽ അഭിനയിക്കും. ഇതുവരെ നമുക്ക് നാട്ടിൽ പറയാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാനായിട്ട് പറയിപ്പിക്കില്ല. ആ വഴിക്ക് തന്നെ ഞാൻ നടക്കുള്ളൂ, അല്ലാതെ ആവശ്യമില്ലാത്ത വഴിക്കൊന്നും ഞാൻ നടക്കില്ല. ഇതിനെ പറ്റിട്ട് ഞാൻ മോശം കേൾക്കൂല. ഇപ്പൊ തൽക്കാലത്തിന് ഓന്റെ പെണ്ണായിട്ട് ഞാൻ ജീവിക്കണില്ല. കൊല്ലം 4-5 കഴിഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഓനെ പടി ഇറക്കി വിട്ടിട്ട് 4-5 കൊല്ലം കഴിഞ്ഞ്. ഇനി ആരെന്നെ പണ്ടും കാര്യമില്ല. ഓന്റെ പെണ്ണു ഞാൻ ചൂടാക്കിയാലും വേണ്ടില്ല, മാങ്ങയാക്കിയാലും വേണ്ടില്ല, മുളകാക്കിയാലും വേണ്ടില്ല. എനിക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ ഈ ചക്കെ പറഞ്ഞോ, ഇന്റെ ഇടങ്ങറും ബുദ്ധിമുട്ട് സമയത്ത് ഞാൻ എന്റെ പഠിച്ചവരും എന്റെ മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് മാത്രം. എന്റെ അനക്ക് തോന്നിയിരുന്ന ഇന്റെ അടുത്തൊന്ന് വരാന് ഇതൊക്കെ തന്നെ ഓന്റെ പേരക്കാരും മനസ്സിലായിരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഓരും ഇന്റെ നെഞ്ചത്തോട്ട് ഓരും മാറിയിരുന്നു, നിങ്ങളും മാറിയിരുന്നു. ഞാനും ആ വാടക പേരി ഇന്റെ കുറച്ച് അടങ്ങറും ബുദ്ധിമുട്ടും ഇന്നും ഞാൻ ആ കാര്യം ആലോചിക്കുമ്പോ ഞാൻ വ്യസനിക്കും. മാത്രല്ല
എനിക്ക് ഓരോ ദിവസവും എന്റെ മക്കള് സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നത് കാണുമ്പോഴേ ഞാൻ ഓരോ ദിവസവും എല്ലാ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓർക്കുന്ന ഒരു കാര്യം, ആഗ്രഹിക്കുന്നില്ല, ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ചെറിയ കുട്ടീനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ നമുക്ക് എന്നാ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയാണ്. ആ ഉറങ്ങലേ കഴിഞ്ഞ 4-5 കൊല്ലായിട്ട് ഞാൻ കാണുന്നുണ്ട് സമാധാനത്തോടെ എന്റെ മക്കള് കിടന്നുറങ്ങുന്നത്. അറിയാക്കത് ഇക്ക് അതിലും വലുതായിട്ട് വേറെ ഞാൻ എന്നെ ചൂടാക്കാൻ പറഞ്ഞില്ല. എനക്ക് എന്തറിഞ്ഞിട്ടാ ഇജ് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ കട്ടിക്കോ. നിങ്ങൾ അളിയനെ കാണാൻ പോവേ, അളിയന്റെ 7 നടത്തി 40 നടത്തി. നാട്ടുകാര് ബോധിപ്പിക്കില്ല. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഉള്ളൂ, നാട്ടുകാരും കുടുംബക്കാരും. ഇക്ക് പറ്റൂല, ഇക്ക് ആരും നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അവരെ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, അപ്പൊ കുറച്ചെങ്കിലും നാട്ടിലേക്ക് മാനക്കേട് ഉണ്ടാക്കണില്ലല്ലോ. ഇന്ന് ഞാൻ 4 കൊല്ലായിട്ട് ഉപേക്ഷിച്ച കെട്ടുപോൻ മരിച്ചിട്ട് ഞാൻ എന്തിനും നടക്കണം? ഞാൻ എന്തുകൊണ്ടൊക്കെ ലിപ്സ്റ്റിക് ഇട്ടൂടാ, എന്തുകൊണ്ടൊക്കെ മുടിയിരുന്നൂടാ? ഞാൻ ഇന്നലെ ഒഴിവാക്കിയ ആളല്ലോ അവന്, കഴിഞ്ഞ 4-5 കൊല്ലായിട്ട് ഒഴിവാക്കിയ ആളാണ്. എന്തേലും കാട്ടി ഞാൻ എന്തേലും കളി തൽക്കാലം പോയി വണ്ടി എടുക്കാൻ നോക്ക്, ഞാൻ ആക്കി തരണം തന്നെ. ആ വട്ടം കാണിക്കാം. അത് ഞാൻ തന്നെ വേണം. പിന്നെ 2 പേർ അഞ്ച് ചെയ്യോ? അതിന്റെ മേൽക്ക് പോയിട്ടില്ല. മക്കളുണ്ടോ? വലിയ മക്കളില്ല, ഇത് പെണ്ണുങ്ങൾ, ഓൺലി പെണ്ണുങ്ങൾ. നല്ല സന്തോഷം, ഒന്നും പറയണില്ല. അല്ല ഉമ്മ വിളിക്കണം, ഉമ്മ അടുത്തേക്ക് പോരി. ആ ഉമ്മ വിളിക്കുന്ന ചായ